തിരുവനന്തപുരം ആര്യനാട് സ്കൂൾ ബസ് മരത്തിലിടിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. 12 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവൻ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട മരത്തിലിടിച്ച് ആണല്ലോ അപകടം നടന്നിട്ടുള്ളത്. എത്ര കുട്ടികൾക്കാണ് പരിക്ക്? കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്. വിനോദ്, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് സ്കൂൾ ബസ് അപകടത്തിൽപ്പെടുന്നത്. ആര്യനാടിന് സമീപത്ത് പള്ളിവേട്ട കടുവാക്കുഴിയിലെ ഒരു മുസ്ലിം പള്ളിക്ക് സമീപത്ത് വെച്ചാണ് ബസ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. അതിൽ 12ഓളം കുട്ടികൾക്ക് സാരമായ രീതിയിൽ പരിക്കേറ്റ, ആരുടെയും പരിക്ക് ഗുരുതരമല്ല, എന്നാൽ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഈ അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ അടക്കം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അതായത് ഈ വാഹനം വളയ്ക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ടു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് തൊട്ടടുത്തുള്ള മരത്തിലേക്ക് ഇടിച്ചത്. ആ മരത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും കുട്ടികളുടെ ആരുടെയും പരിക്ക് അത്ര കാര്യമല്ല. ഈ ഉടൻ തന്നെ, അതായത് അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. ഇത് ഈ സ്കൂൾ എന്ന് പറയുന്നത് നെടുമങ്ങാടുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഈ കൈരളി വിദ്യാഭവൻ എന്ന ഒരു സ്കൂളിലെ സ്കൂൾ ബസ്സാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം ആര്യനാട് ഭാഗത്താണ് സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടത്. നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവൻ സ്കൂളിലെ ബസ്സാണ് നിയന്ത്രണം വിട്ട മരത്തിലിടിച്ച് നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റത്.